നെന്മിനി യങ് ഇന്ത്യ എസ്റ്റേറ്റിലെ വിള്ളൽ ജിയോളജി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ. കുടുംബശ്രീയുടെ മികവിന്റെ മുന്നേറ്റത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ്ങ്. മേലാറ്റൂർ കുടുംബശ്രീക്ക് 1 കോടി രൂപയുടെ സഹായമേകി ഗ്രാമപഞ്ചായത്ത്. കനത്ത മഴ വിതച്ച ദുരന്തങ്ങൾ അതിജീവിക്കുന്നതിനിടെ ജില്ലയ്ക്ക് ഭീഷണിയായി പകർച്ചവ്യാധികളും പനിയും അതിസാരവും പടരുന്നു. SSLC ബാച്ചുകളുടെ കൂട്ടായ്മ. മേലാറ്റൂർ റഹ്മാ സ്പെഷ്യൽ സ്കൂളിൽ ഉല്ലാസ സ്ലൈഡും സ്റ്റേജ് കം ഡൈനിംഗ് ഹാളും യാഥാർത്ഥ്യമായി. ഡ്യൂറന്റ് കപ്പിൽ ഗോകുലം FC-യുടെ കിരീട നേട്ടം. നിർണായക പങ്കുവഹിച്ച കരുവാരക്കുണ്ടിലെ ഷിബിൽ മുഹമ്മദിന് ജന്മനാടിന്റെ ഉജ്ജ്വല സ്വീകരണം. വിശദമായ വാർത്തകളിലേക്ക്. നെന്മിനി യങ് ഇന്ത്യ എസ്റ്റേറ്റിൽ വിള്ളൽ ഉണ്ടായ സ്ഥലം ജിയോളജി വിദഗ്ധർ പരിശോധിച്ചു. ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് അമൃതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിങ്കളാഴ്ച എസ്റ്റേറ്റിലെത്തി പരിശോധന നടത്തിയത്. വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എസ്റ്റേറ്റിലെ ചേരി പ്രദേശത്ത് റബ്ബർ തോട്ടത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. മരം മുറിക്കാനെത്തിയ തൊഴിലാളികളാണ് വിവരം റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് തഹസിൽദാർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പ് അധികൃതർ തിങ്കളാഴ്ച രാവിലെ എസ്റ്റേറ്റിലെത്തി പരിശോധന നടത്തിയത്. 75 മീറ്റർ നീളത്തിൽ ആർച്ച് രൂപത്തിലാണ് വിള്ളൽ ഉള്ളത്. പലയിടത്തും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. ഭൂമിക്ക് താഴ്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായ 3ഓളം ഭാഗങ്ങളിൽ അപകട ഭീഷണിയുണ്ടെന്നാണ് വിലയിരുത്തൽ. വിള്ളൽ സംഭവിക്കുകയും ഭൂമി താഴുകയും ചെയ്ത സ്ഥലങ്ങളിലെ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ജില്ലാ സോയിൽ കൺസർവേഷൻ ഓവർസിയർ അബ്ദുൽ സലാം, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ ഷറഫുദ്ദീൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കുഞ്ഞിമുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ നിസാർ, അംഗം ജിനേഷ് എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം തങ്ങളുടെ ഭീതിയകറ്റാൻ നടപടി ഉടൻ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതി കോടതിയിൽ കീഴടങ്ങി. അധ്യാപകനായ PT അബ്ദുൾ മസൂദാണ് മഞ്ചേരി സെഷൻസ് കോടതിയിൽ കീഴടങ്ങിയത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. പുളിക്കൽ സ്വദേശിനിയായ ബാലികയെ സ്കൂളിലെ അറബി അധ്യാപകനായ PT അബ്ദുൾ മസൂദ് പീഡനത്തിനിരയാക്കി ഗർഭിണിയാക്കിയെന്നാണ് കേസ്. ഇയാൾക്കെതിരെ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ അധ്യാപകൻ ഒളിവിൽ പോയി. പിന്നീട് തിങ്കളാഴ്ച മഞ്ചേരി കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകരെ തടയാനും കോടതിക്ക് പുറത്ത് ശ്രമങ്ങളുണ്ടായി. 2 മാസങ്ങൾക്ക് മുൻപാണ് കേസിനാസ്പദമായ സംഭവം. 13 വയസ്സുള്ള കുട്ടിയെയാണ് മസൂദ് പീഡിപ്പിച്ചത്. ബന്ധുവായ മറ്റൊരു അധ്യാപകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടായിരുന്നു പീഡനം. സാമ്പത്തികമായി തീർത്തും പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം സ്വകാര്യ ലാബിലെ ഡോക്ടർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. വയറുവേദനയെ തുടർന്നായിരുന്നു പെൺകുട്ടി ചികിത്സയ്ക്കെത്തിയത്. ബാലിക ഗർഭിണിയായതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ വകുപ്പനുസരിച്ച് കേസെടുത്തു. ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം തുടർന്നിടെയാണ് കീഴടങ്ങിയത്. പള്ളിക്കലിലെ എയ്ഡഡ് സ്കൂളിൽ താൽക്കാലിക അധ്യാപകനായിരുന്ന പ്രതിയെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. കുറ്റം തെളിഞ്ഞാൽ പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് അധ്യാപകന് വധശിക്ഷ വരെ ലഭിക്കാം. മേലാറ്റൂർ കുടുംബശ്രീയുടെ മികവിന്റെ മുന്നേറ്റത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ്ങ്. കേരള സ്റ്റേറ്റ് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത 1 കോടി രൂപ കുടുംബശ്രീയുടെ മുന്നേറ്റത്തിനായി നൽകി. അനക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കമലം തുകയുടെ ചെക്ക് കുടുംബശ്രീക്ക് കൈമാറി. കുടുംബശ്രീ മികവിന്റെ മുന്നേറ്റം എന്ന പേരോടെയാണ് പഞ്ചായത്തിലെ വനിതകളുടെ ഉന്നമനത്തിനായി മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് 1 കോടി രൂപയുടെ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചത്. വനിതകളുടെ ഉന്നമനത്തോടൊപ്പം സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ ലഘൂകരണം, സംരംഭ വ്യാപനം എന്നീ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കുടുംബശ്രീ കേരള സ്റ്റേറ്റ് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും 1 കോടി രൂപ വായ്പ എടുത്തിട്ടുള്ളത്. വായ്പ എടുത്ത തുക സംരംഭങ്ങൾ തുടങ്ങുന്നതിന് താൽപ്പര്യമുള്ള പഞ്ചായത്തിലെ 29 അയൽക്കൂട്ടങ്ങളിലെ 226 പേർക്ക് വായ്പയായി അനുവദിക്കും. ഒരാൾക്ക് 50,000 രൂപ എന്ന വ്യവസ്ഥയിലാണ് ലോൺ അനുവദിക്കുന്നത്. 3 വർഷത്തെ കാലാവധിയിൽ 5% പലിശ നിരക്കിൽ തുക തിരിച്ചടയ്ക്കുകയും ചെയ്യണം.
സ്ത്രീ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മേലാറ്റൂർ അനക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വായ്പ അനുമതി പത്രം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അയൽക്കൂട്ടങ്ങൾക്ക് വിതരണം ചെയ്തു. മലപ്പുറം പിന്നാക്കക്ഷേമ കോർപ്പറേഷൻ മാനേജർ എസ് ലത മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ സുധീർ കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി മഹേഷ്, മെമ്പർമാരായ വി ശശിധരൻ, കെ ഉദയവർമ്മൻ, കെ വി രുക്മണി, കെ ആയിഷ ഷെമി, കെ ടി ഉമൈമത്ത്, പി ശ്രീദേവി, കെ പി ഉമ്മർ, CDS ചെയർപേഴ്സൺ രുക്മണി മാധവൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പല സാങ്കേതിക കാരണങ്ങളും കൊണ്ടാണ് അത് ഇത്രയും വൈകിപ്പോയത്. അതിന് നിങ്ങളോട് ഞാനൊരു ക്ഷമ കൂടി ചോദിക്കുകയാണ്. കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്കത് വിതരണം ചെയ്യുന്നതിനോ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനോ നിങ്ങൾക്ക് സാധിച്ചില്ല. എന്നിരുന്നാലും ഇപ്പോൾ നടപ്പാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ അയൽക്കൂട്ടങ്ങൾക്ക് കുടുംബശ്രീക്കും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ്. മഞ്ചേരിയിൽ ബസ് ഗതാഗത രീതി അശാസ്ത്രീയമായ രീതിയിൽ മാറ്റാൻ അനുവദിക്കില്ലെന്ന സ്വകാര്യ ബസ് ഉടമകൾ. കച്ചേരിപ്പടിയിലെ IGBT കേന്ദ്രീകരിച്ച് ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കിയാൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. നാറ്റ്പാക് റിപ്പോർട്ട് അനുസരിച്ച് ഭാഗികമായി മാത്രം ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കിയ മഞ്ചേരിയിൽ തുടർഘട്ടം പ്രാവർത്തികമാക്കാനാണ് നിലവിൽ നീക്കം നടക്കുന്നത്. പാണ്ടിക്കാട് റോഡിലെ സീതി ഹാജി ബസ് സ്റ്റാൻഡിലും നഗരമധ്യത്തിലെ പഴയ ബസ് സ്റ്റാൻഡിലും കോഴിക്കോട് ബസ്സുകൾ പ്രവേശിക്കാതെ IGBT സ്റ്റാൻഡിൽ മാത്രം സർവീസ് കേന്ദ്രീകരിക്കും വിധത്തിലാണ് പുതിയ തീരുമാനം. ഇത് നടപ്പിലാക്കാനുള്ള തീയതി കണ്ടെത്താൻ RTS സെക്രട്ടറി, പോലീസ്, നഗരസഭ എന്നിവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. യാത്രക്കാരെയും ബസ് സർവീസുകളെയും ഒരുപോലെ ബാധിക്കുന്ന തീരുമാനം നടപ്പിലാക്കിയാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. ഗതാഗത രീതിയിൽ മാറ്റം വരുത്തുന്ന ദിവസം യോഗം ചേർന്ന് സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ അറിയിച്ചു. നിലവിൽ പാണ്ടിക്കാട് റോഡിലെ സീതി ഹാജി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകളുടെ സർവീസ് നടത്തുന്നത്. ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇത് കച്ചേരിപ്പടി IGBTയിലേക്ക് മാറ്റിയപ്പോൾ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്നാണ് പഴയ രീതി നിലനിർത്തിയത്. നാറ്റ്പാക് റിപ്പോർട്ട് പ്രകാരം ഇനി വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റമനുസരിച്ച് കോഴിക്കോട് ഭാഗത്തുനിന്നെത്തി മഞ്ചേരിയിൽ ഹാൾട്ട് ചെയ്യുന്ന ബസ്സുകൾ തുറക്കൽ വഴി നഗരമധ്യത്തിലെത്തി മെഡിക്കൽ കോളേജ് വഴി കച്ചേരിപ്പടി സ്റ്റാൻഡിലെത്തണം. തിരിച്ച് കച്ചേരിപ്പടി സ്റ്റാൻഡിൽ നിന്നും തുറക്കൽ ബൈപ്പാസ് വഴി കോഴിക്കോട് ഭാഗത്തേക്ക് പോകണം. നിലമ്പൂർ അരീക്കോട് ഭാഗത്തുള്ള കോഴിക്കോട് ബസ്സുകൾ ജസീല ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് രാജീവ് ഗാന്ധി ബൈപ്പാസ് വഴി തുറക്കലെത്തി തുറക്കൽ ബൈപ്പാസിലൂടെ കച്ചേരിപ്പടി സ്റ്റാൻഡിൽ പ്രവേശിക്കണം. തിരിച്ചുള്ള യാത്രയും ഈ വഴി തന്നെയാകും. ഈ ബസ്സുകൾ നഗരമധ്യത്തിലെത്തുകയില്ല. പാണ്ടിക്കാട് ഭാഗത്തുനിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് ബസ്സുകൾ ചമയൻ ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസ് വഴി ജസീല ജംഗ്ഷനിലെത്തി രാജീവ് ഗാന്ധി തുറക്കൽ ബൈപ്പാസുകൾ വഴി കച്ചേരിപ്പടി സ്റ്റാൻഡിൽ പ്രവേശിക്കണം. തിരിച്ചുള്ള യാത്രയും ഇതേ രീതിയിൽ തന്നെയാകും. മലപ്പുറം, പെരിന്തൽമണ്ണ ഭാഗങ്ങളിലേക്ക്, പൂക്കോട്ടൂർ, കീഴ്ശ്ശേരി ഭാഗങ്ങളിലേക്കുമുള്ള ബസ്സുകൾക്ക് നിലവിലെ സ്ഥിതി തുടരാം. ഇത്തരത്തിലുള്ള ഗതാഗത പരിഷ്കാരം യാത്രക്കാരെ വലയ്ക്കുമെന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിഷയം വീണ്ടും ചർച്ച ചെയ്ത ശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. സ്കൂളിലേക്കുള്ള വഴിയിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമൊരുക്കി യൂത്ത് ലീഗ് പ്രവർത്തകർ. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയിലെ വെള്ളക്കെട്ടാണ് യൂത്ത് ലീഗ് ടൗൺ കമ്മിറ്റി പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ നീക്കം ചെയ്യുകയും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണുകയും ചെയ്തത്. മഴ പെയ്താൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുകയാണ്. അഴുക്കുചാലിന്റെ അഭാവം മൂലം വെള്ളം ഒഴുകിപ്പോകാതെ റോഡിൽ തന്നെ കെട്ടിനിൽക്കുന്ന അവസ്ഥയായിരുന്നു. സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികളുടെ ദേഹത്ത് ചെളിതെറിക്കുന്നതും പതിവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വെള്ളക്കെട്ടിന് ശ്രമദാനത്തിലൂടെ താൽക്കാലിക പരിഹാരവുമായി യൂത്ത് ലീഗ് ടൗൺ യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തകർ രംഗത്തെത്തിയത്. കെട്ടിക്കിടന്ന വെള്ളം ചാൽകീറി ഒഴുക്കിവിട്ടു. ദുരിതത്തിന് ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്ന് പ്രവർത്തകർ പറഞ്ഞു. അവർ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം സ്കൂളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ടൗൺ മുസ്ലിം ലീഗ് ഇടപെടുകയും അതിനുവേണ്ട പരിഹാരം കാണണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലികമായിട്ട് ഈ വെള്ളക്കെട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെ നീക്കം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പരാതി എഴുതിയിട്ടുണ്ട്. അത് വേണ്ടപ്പെട്ട അധികാരികൾക്ക് നൽകാനാണ് തീരുമാനം. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് ഞങ്ങളെ ആവശ്യം. അസാപ്പിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ഹൈടെക്കിന്റെ ഭാഗമായിട്ട് സ്കൂളും വിപുലീകരിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിയിൽ ശാശ്വതമായ ഡ്രെയിനേജ് ആവശ്യമാണ്. ഇതിന് ഡ്രെയിനേജ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ടൗൺ മുസ്ലിം ലീഗിന്റെ
TC കുഞ്ഞാണിപ്പ, മുനീർ കണ്ണഞ്ചത്ത്, സമീർ കണ്ണഞ്ചത്ത്, P ഫിറോസ് ഖാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. കനത്ത മഴ വിതച്ച ദുരന്തങ്ങൾ അതിജീവിക്കുന്നതിനിടെ ജില്ലയ്ക്ക് ഭീഷണിയായി പകർച്ചവ്യാധികളും പനിയും അതിസാരവുമാണ് പ്രധാന വെല്ലുവിളി. മഴ തുടരുമ്പോൾ ഡെങ്കിപ്പനി പോയ വർഷങ്ങളെപ്പോലെ വ്യാപകമായിട്ടില്ലെങ്കിലും ചിക്കൻ പോക്സ് പടരുന്നുണ്ട്. നിരവധി ജീവനുകൾ അപഹരിച്ച പ്രളയ ദുരന്തശേഷം പകർച്ചവ്യാധികൾ ജില്ലയിൽ ആരോഗ്യ ഭീഷണി ഉയർത്തുകയാണ്. പനിയും അതിസാരവുമാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഴ തുടരുമ്പോൾ ഡെങ്കിപ്പനി താരതമ്യേന കുറവാണ്. ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ ഇടപെടലോടെ എലിപ്പനിയും മഞ്ഞപ്പിത്ത വ്യാപനവും പ്രതിരോധിക്കാനാകുന്നുണ്ട്. വൈറൽ പനിയാണ് ജനാരോഗ്യത്തിന് കടുത്ത വെല്ലുവിളി തീർക്കുന്നത്. ഇക്കഴിഞ്ഞ 20 മുതൽ 25 വരെ 9167 പേരാണ് വൈറൽ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇതിൽ 22 മാത്രം 2186 പേർക്ക് പനി ബാധിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. പനിക്കൊപ്പം അതിസാരവും പടരുകയാണ്. 20 മുതൽ 25 വരെ 1704 പേരാണ് ചികിത്സ തേടിയത്. 21 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെയും ചികിത്സ തേടി. ഇതിൽ 5 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനിയെ തുടർന്ന് 20-ന് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 21-നും 22-നുമായി 7 പേർ എലിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. 20-ന് ഒരാൾക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 14 പേർക്ക് മഞ്ഞപ്പിത്ത ബാധയുണ്ട്. ഇതിനിടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 55 പേർക്കാണ് ചിക്കൻ പോക്സ് പിടിപെട്ടത്. സർക്കാർ ആശുപത്രിയിലെ കണക്ക് മാത്രമാണ് ഇതെന്നിരിക്കെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള കണക്കുകൾ കൂടിയാകുമ്പോൾ രോഗതീവ്രത എത്രയോ ഇരട്ടിയാകും. കിണറുകളടക്കം ശുദ്ധജല സ്രോതസ്സുകളെല്ലാം മാലിന്യങ്ങളടിഞ്ഞ് ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ഇവയിലെ വെള്ളം ഉപയോഗിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക. കുടിവെള്ളം മലിനമാകുന്നത് സാംക്രമിക രോഗങ്ങൾ പകരാനിടയാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികൾ ഊർജിതമാണ്. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ കൊതുക് സാന്ദ്രത വർദ്ധിപ്പിക്കാനിടയാകും. ഇത് തടയാൻ പരിസര ശുചീകരണത്തിന് ജനങ്ങൾ നേരിട്ട് മുന്നിട്ടിറങ്ങണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും പ്രതിരോധ പ്രവർത്തനം നഗരമേഖലകളിൽ ഫലവത്താകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് പേപ്പർ ചലഞ്ചിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റി ന്യൂസ് പേപ്പറുകൾ ശേഖരിച്ച ന്യൂസ് പേപ്പറുകൾ വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് ലക്ഷ്യം. പ്രളയബാധിതരെ സഹായിക്കുന്നതിനായാണ് ന്യൂസ് പേപ്പർ ചലഞ്ചുമായി ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങിയിട്ടുള്ളത്. പ്രളയബാധിതർക്ക് സഹായമേകാനാണ് ന്യൂസ് പേപ്പർ ചലഞ്ചുമായി ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങിയത്. ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് വീടുകളിൽ നിന്നും പഴയ ന്യൂസ് പേപ്പറുകൾ ശേഖരിക്കുന്നത്. ഇത് വിറ്റുകിട്ടുന്ന പണം ദുരിതബാധിതർക്ക് സഹായമേകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ഇതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ന്യൂസ് പേപ്പറുകൾ ശേഖരിച്ചത്. പഞ്ചായത്തിലെ 19 യൂണിറ്റിൽ നിന്നായി മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഡിവൈഎഫ്ഐ കരുവാരകുണ്ട് മേഖലാ സെക്രട്ടറി സി അനസ്, എം ജലീൽ, വി സനീഷ്, വിപിൻ, സനൽ, ഷബീർ എന്നിവർ ന്യൂസ് പേപ്പർ ചലഞ്ചിന് നേതൃത്വം നൽകി. കേരളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഈ കേരളം അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പ്രളയത്തെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി നമ്മുടെ വീടുകളിലുള്ള ന്യൂസ് പേപ്പർ കളക്ട് ചെയ്തുകൊണ്ട് ന്യൂസ് പേപ്പർ ചലഞ്ച് എന്ന് പറയുന്ന ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഈ ദൗത്യം പുത്തനെ യൂണിറ്റ് കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റി സെക്രട്ടറിക്ക് അനസിന് ഇവിടുത്തെ പേപ്പറാണ് ഇന്നിവിടെ കളക്ട് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ന്യൂസ് പേപ്പർ ചലഞ്ചിൽ നമ്മളോട് സഹകരിച്ച പുത്തനെ മേഖലയിലെ മുഴുവൻ ആളുകളെ. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ സൈറ്റ് ബോർഡ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT അജിത യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 6-ാം വാർഡിലെ കൈരളി, ദർശന, രൂപം എന്നീ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നാട്ടുകല്ലിലാണ് സൈറ്റ് ബോർഡ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിക്കുന്ന മുഴുവൻ പദ്ധതികൾക്കും ഇനി ഇവിടെ നിർമ്മിച്ച ബോർഡുകളാണ് സ്ഥാപിക്കുക. മുൻപ് മറ്റു യൂണിറ്റുകളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. യൂണിറ്റ് മുഖേന 30ഓളം കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിരം തൊഴിൽ നൽകാനും സാധിക്കും. ഒരു സൈറ്റ് ബോർഡിന് 2500 രൂപയാണ് നിർമ്മാണ ചെലവ്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി മജീദ് അധ്യക്ഷത വഹിച്ചു. അപേക്ഷയിൽ അവർ പറഞ്ഞത് ഇങ്ങനെ തൊഴിലുറപ്പ് മേഖലയിൽ സൈറ്റിൽ തൊഴിലുറപ്പ് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ബോർഡ് നേരത്തെ ഇത് നിർമ്മിക്കുന്ന മറ്റു സ്ഥാപനങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നതെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റ് നിർമ്മിച്ചുകൊണ്ട് ഈ തൊഴിലുറപ്പ് നടക്കുന്ന എല്ലാ മേഖലയിലും ഈ ബോർഡ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പഞ്ചായത്ത് ബോർഡിൽ ഒരു അപേക്ഷ വന്നപ്പോൾ
കുടുംബശ്രീ നടത്തുന്ന മറ്റു പല പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിപാടിയായി ഇതിനെ ഞങ്ങൾക്ക് ബോർഡിൽ തോന്നി. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ബോർഡിലെ 23 മെമ്പർമാരും ഇതിനെ എല്ലാ നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുകയും ഒരു വ്യത്യസ്തമായ പരിപാടി എന്നുള്ള നിലയിൽ ഈ പരിപാടി എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് സരിത തൃപ്പാക്കട, പഞ്ചായത്ത് അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ, ടി ശ്രീദേവി, CDS പ്രസിഡന്റ് എം സുബൈദ, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ എം ജിനേഷ്, NREG AE മുഹമ്മദ് ഷഫീഖ്, MP മഹേഷ് കുമാർ, കൃഷ്ണമോഹൻ മുണ്ടക്കോട്, MK സുഹറ, K സുനീറ, P വിജിത, ഉമ്മുൽ വാഹിദ, K ഷിബിന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. മഞ്ചേരി മെഡിക്കൽ കോളേജിന് സമീപം ചെറാക്കര റോഡിൽ മതിലിടിഞ്ഞു. CH സെന്ററിന് മുന്നിലായാണ് സംഭവം. ആർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മേലാറ്റൂർ റഹ്മാ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉല്ലാസ സ്ലൈഡും സ്റ്റേജ് കം ഡൈനിങ് ഹാളും ഒരുക്കി നൽകി SSLC ബാച്ച് കൂട്ടായ്മ. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കായികവും മാനസികവുമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സ്കൂളിലെ മറ്റു പരിമിതികൾ മനസ്സിലാക്കിയും മേലാറ്റൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997-98 വർഷത്തെയും അളനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1998-99 വർഷത്തെ SSLC ബാച്ചുമാണ് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. മേലാറ്റൂർ റഹ്മാ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിർമ്മിച്ചു നൽകിയ ഉല്ലാസ സ്ലൈഡിന്റെയും സ്റ്റേജ് കം ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കമലൻ നിർവഹിച്ചു. മേലാറ്റൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997-98 SSLC ബാച്ചിന്റെ കൂട്ടായ്മയിലാണ് വിദ്യാർത്ഥികൾക്ക് ഉല്ലാസ സ്ലൈഡും അളനല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1998-99 SSLC ബാച്ചിന്റെ വകയായി സ്കൂളിനോട് ചേർന്ന് വിശാലമായ രീതിയിൽ സ്റ്റേജ് കം ഡൈനിങ് ഹാളും നിർമ്മിച്ചു നൽകിയത്. 2 പദ്ധതികളുടെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മേലാറ്റൂർ ലയൺസ് ക്ലബിന്റെ വകയായി നൽകുന്ന പ്രൊജക്ടർ സ്ക്രീനിലുള്ള തുകയും കൈമാറി. തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ V ശശിധരൻ, സ്കൂൾ പ്രധാനാധ്യാപിക ക്യാനിത, PTA പ്രസിഡന്റ് P മൂസിൻ, ലയൺസ് ക്ലബ്ബ് പ്രതിനിധി മാത്യു സെബാസ്റ്റ്യൻ, പരിവാർ പ്രതിനിധി പുഷറ, MPTA പ്രസിഡന്റ് M ഷജില എന്നിവർ സംബന്ധിച്ചു. വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. കാരണം ഒരു ട്രസ്റ്റ് ആണ് ഈ വിദ്യാലയം നടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. എന്നിരുന്നാലും നമ്മുടെ സർക്കാർ ഈ വർഷം മുതൽ നമുക്ക് ഉച്ചഭക്ഷണം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയും പല കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പല അത്യാവശ്യ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പൊതുജനങ്ങളും സംഘടനകളും ട്രസ്റ്റുകളും എല്ലാം തന്നെ സമീപിച്ചുകൊണ്ട് അവർ പല സഹായങ്ങളും നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ലയൺസ് ക്ലബ്ബ് ഇന്ന് ഒരു സ്ലൈഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ധനസമാഹരണം കൈമാറലാണ്. അതുപോലെ തന്നെ നമ്മുടെ അലനല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 98-99 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ഒരു സ്റ്റേജ് നിർമ്മിച്ച് നൽകുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 98-99 പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്ക് ഒരു കമനീയമായൊരു പുസ്തകപ്പുറംചട്ട പോലെ വർണ്ണങ്ങളെടുത്ത് ചമഞ്ഞൊരുങ്ങി പുന്നക്കാട് പ്രതിഭ ലൈബ്രറി. നാലുകെട്ടും വീണപൂവും ആടുജീവിതവും ഒക്കെ അകത്തെന്ന പോലെ പുറത്തെ ചുമരുകളിലും അടുക്കി വെച്ചാണ് അരനൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഗ്രന്ഥപുര പുതുമോടിയേകിയിരിക്കുന്നത്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരൻ അസീസ് കരുവാരക്കുണ്ടാണ് ലൈബ്രറിയുടെ പുറത്ത് മനോഹരമായ ഇത്തരം പെയിന്റിംഗ് നടത്തിയത്. മലയാള ഭാഷയിലെ മികച്ച കൃതികളെല്ലാം ലൈബ്രറിയുടെ ഓരോ സെക്ഷനുകളാണ്. അക്ഷരങ്ങളുടെയും വായനയുടെയും ഒരു മായാ ലോകം തന്നെയായി മാറി അസീസ് കരുവാരക്കുണ്ടിന്റെ കരവിരുതിൽ പുന്നക്കാട് പ്രതിഭ ഗ്രന്ഥശാല. പൊടിപിടിച്ച സാഹചര്യത്തിൽ നിന്നും ഗ്രന്ഥശാലയെ വായനക്കാർക്ക് ആകർഷകമാകും വിധം സജ്ജമാക്കിയിരിക്കുകയാണ് ഇവിടെ. നന്ദിയുണ്ട്. കാരണം ഇത്രയും വലിയൊരു ക്യാൻവാസ് ഒരുക്കി തന്ന് ഇത് ചിത്രീകരിക്കാൻ എന്നെ സെലക്ട് ചെയ്തതിനാണ് നന്ദി. പിന്നെ നമ്മൾ അലമാരക്കകത്ത് കിടക്കുന്ന പുസ്തകങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ആശയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. നെറ്റിൽ റെഫറൻസുകളും മറ്റു പുസ്തകങ്ങളും തിരഞ്ഞെടുത്തു. പിന്നെ അതിനകത്ത് പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളറുകൾ ഒക്കെ നമ്മൾ പരമാവധി ഇതിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. എൻ്റെ കൂട്ടുകാരനായിട്ട് ശിവൻ ഇതിനുണ്ടായിരുന്നു. പിന്നെ പ്രമുഖ ഫർണിച്ചർ നിർമ്മാതാക്കളായ ക്യുറാസ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ,
കോഫീസ് ഇന്നവേഷൻ എന്ന പുതിയ ബ്രാൻഡ് അവതരിപ്പിച്ചു. പെരിന്തൽമണ്ണയിൽ മയൂരി ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഷോപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു പുതിയ ബ്രാൻഡിന്റെ ലോഞ്ചിങ്. പ്രമുഖ ഫർണിച്ചർ നിർമ്മാതാക്കളായ ഖുറാസ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസിന്റെ പുതിയ ബ്രാൻഡായ കോഫീസ് ഇന്നവേഷൻസ് എന്ന പ്രീമിയം ഫർണിച്ചർ മോഡലുകളുടെ ലോഞ്ചിംഗാണ് ഞായറാഴ്ച നടന്നത്. പെരിന്തൽമണ്ണയിൽ ഞായറാഴ്ച മയൂരി ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക് ഷോപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു കോഫീസ് ബ്രാൻഡിന്റെ ലോഞ്ചിംഗ്. മയൂരി ഗ്രൂപ്പ് ചെയർമാൻ സദക്കത്തുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കോഫീസ് ഡയറക്ടർമാരായ നജുമുദ്ദീൻ, ജംഷീർ എന്നിവർ പുതിയ സംരംഭത്തിന്റെ പ്രത്യേകതകൾ പങ്കുവച്ചു. മാനേജർ മണികണ്ഠൻ, മനോജ്, സെയിൽസ് മാനേജർ നിഷാദ്, മുജീബ് റഹ്മാൻ, കമറുദ്ദീൻ തുടങ്ങിയവരും മറ്റ് അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. പറയുകയാണെങ്കിൽ പിന്നെ ഓൾറെഡി മാർക്കറ്റിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഖുറാസ് ഫർണിച്ചർ ആയിരുന്നു ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ കോഫീസ് എന്ന ട്രേഡ് മാർക്ക് ചെയ്തിട്ട് ഇന്ന് അതിൻ്റെ ഒരു ലോഞ്ചിങ് ആയിരുന്നു. ബഹുമാനപ്പെട്ട മയൂരി ഗ്രൂപ്പ് ചെയർമാൻ സദക്കത്തുള്ള അവറുകളാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് അതിൻ്റെ ഒരു ലോഞ്ചിങ്ങും കാര്യങ്ങളായിട്ട് ശരിയാണ്. ഓഫീസിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു? ഓഫീസിൽ ഞങ്ങൾ കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബെഡ്റൂം സെറ്റുകൾ, ഇന്റീരിയർ വർക്കുകൾ അനുസരിച്ച് കസ്റ്റമർക്ക് എന്ത് വേണോ അത് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഓഫീസിൽ. പെരിന്തൽമണ്ണയിൽ ഓൾറെഡി ഞങ്ങൾ മാർക്കറ്റിൽ ഇവർക്ക് 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് ഓഫീസ് ഒന്ന് ബ്രാൻഡ് ചെയ്തിട്ട് ഇന്ന് ഇവിടെ അതിൻ്റെ ഒരു ലോഞ്ചിങ് ആയിരുന്നു. ഓൾറെഡി മാർക്കറ്റിൽ എല്ലാ ഉപഭോക്താക്കളും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഓഫീസ് എന്ന രീതിയിൽ ഇപ്പോഴാണ് നമുക്കത് ബ്രാൻഡ് ചെയ്ത് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഈ മാർക്കറ്റിൽ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു പ്രൊഡക്റ്റാണ്. എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ചലഞ്ചേഴ്സ് ക്ലബിന്റെ വക ഇൻഡോർ സ്റ്റേജ് നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേജ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി ഒ ഫിറോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അളന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK റജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഫീഖ പാറക്കോട്, ജില്ലാ പഞ്ചായത്ത് അംഗം M ജിനേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ V ഗിരിജ, മടത്തോട് റഹ്മത്ത്, C മുഹമ്മദ് അലി, K അയ്യപ്പൻ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VT വിനോദ്, പ്രധാനാധ്യാപകൻ N അബ്ദുൽ നാസർ, ക്ലബ്ബ് സെക്രട്ടറി PA നസീർ, C ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുന്നതിനായി സ്കൂൾ ബസ് വാങ്ങുന്നതിനായി ശ്രീകണ്ഠൻ MPക്ക് നിവേദനം നൽകി. അടുത്ത വർഷം സ്കൂളിൽ SSLCക്ക് 100% വിജയം കൈവരിച്ചാൽ 10 കുട്ടികളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനും അവരുടെ പഠനങ്ങൾ ഏറ്റെടുക്കുമെന്നും MP പറഞ്ഞു. എടത്തനാട്ടുകരയിൽ വരണമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് വീട്ടിൽ ചെന്നപ്പോൾ അനുഗ്രഹിച്ച ഏറ്റവും മുതിർന്ന കോൺഗ്രസ് തറവാട്ടിലെ അംഗമായ പാറോക്കോട്ട് ഖദീജ ഉമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചതുകൊണ്ട് എനിക്കിങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് വെച്ച് അവർ അസുഖബാധിതമായപ്പോൾ വരണമെന്ന് കരുതി. അന്നും കഴിഞ്ഞില്ല. വളരെ വ്യസന സമേതമാണ് ഇന്ന് ഞാനിവിടെ എത്തുമ്പോൾ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നത്. ഖദീജ ഉമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞിരുന്നു. അവരുടെ പേരിൽ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യമായി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ
ഗോകുലം FC വിജയകിരീടം അണിയുന്നതിൽ നിർണായക പങ്കുവഹിച്ച കരുവാരക്കുണ്ടിലെ ഷിബിൽ മുഹമ്മദിന് ജന്മനാടിന്റെ ഉജ്ജ്വല സ്വീകരണം. ഞായറാഴ്ച രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ഷിബിൽ ഫറൂഖ് കോളേജിലെ സ്വീകരണത്തിന് ശേഷം തിങ്കളാഴ്ച വൈകിട്ടാണ് കരുവാരക്കുണ്ടിൽ എത്തിയത്. പ്രിയ താരത്തിന് കുട്ടത്തിയിലാണ് നാട്ടുകാർ സ്വീകരണമൊരുക്കിയത്. രാജ്യത്തിന്റെ ഫുട്ബോൾ പൈതൃകത്തിൽ നൂറ്റാണ്ട് കടന്ന പാരമ്പര്യ പകിട്ടുള്ള ഡ്യൂറന്റ് കപ്പിൽ നൂറ്റാണ്ടിലേറെ പാരമ്പര്യം പേറുന്ന ഫുട്ബോൾ ശക്തികളായ മോഹൻ ബഗാന അവരുടെ സ്വന്തം കളിക്കോട്ടയിൽ പോയി വെട്ടുനിരത്തി വിജയ സിംഹാസനം അലങ്കരിച്ച ഗോകുലം FCയുടെ കേരളയുടെ സിംഹക്കുട്ടി കരുവാരക്കുണ്ടിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ പൊൻതൂവലായി കടന്നുവരുന്ന മുഹമ്മദ് ഷിബിലി കുട്ടത്തിയുടെ മുത്തമാണ്. 22 വർഷത്തിനു ശേഷം ഗോകുലം FC ഡ്യൂറന്റ് കപ്പ് വിജയകിരീടം ചൂടിയപ്പോൾ അതിൽ നിർണായകമായത് കരുവാരക്കുണ്ട് കുട്ടത്തി സ്വദേശിയായ ഷിബിൽ മുഹമ്മദ് എന്ന നാട്ടുകാരുടെ മുത്തുമോന്റെ പ്രകടനമായിരുന്നു. ഫൈനലിൽ മോഹൻ ബഗാനെയാണ് ഗോകുലം FC പരാജയപ്പെടുത്തിയത്. അഭിമാന നേട്ടം കൈവരിച്ച് വിമാനമാർഗം കൊൽക്കത്തയിൽ നിന്ന് ഞായറാഴ്ച രാത്രിയാണ് ഷിബിൽ കോഴിക്കോടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ ഫറൂഖ് കോളേജിൽ സഹപാഠികളുടെയും അധ്യാപകരുടെയും വകയായുള്ള സ്വീകരണമുണ്ടായിരുന്നു. തുടർന്നാണ് സുഹൃത്തുക്കളുമൊത്ത് കാർമാർഗം കരുവാരക്കുണ്ടിലേക്ക് തിരിച്ചത്. കുട്ടത്തിയിലെ പൗരാവലിയും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളവരും പൊടുവണ്ണിയിൽ സ്വീകരിച്ച് ആനയിക്കാനുള്ള തയ്യാറെടുപ്പുമായി എത്തിയിരുന്നു. വൈകിട്ട് 5:30 പൊടുവണ്ണിയിൽ നിന്ന് തുറന്ന വാഹനത്തിലാണ് ഷിബിൽ മുഹമ്മദിനെ ജന്മനാടായ കുട്ടത്തിയിലേക്ക് എത്തിച്ചത്. നിരവധി വാഹനങ്ങളും ബാൻഡ് വാദ്യവും കരിമരുന്ന് പ്രയോഗവും സ്വീകരണ പരിപാടിക്ക് അകമ്പടിയേകി. നാട്ടുകാർ നൽകിയ പിന്തുണയാണ് തന്റെ നേട്ടത്തിന് കാരണമെന്ന് ഷിബിൽ പറഞ്ഞു. സന്തോഷമുണ്ട്. 22 വർഷത്തിന് ശേഷമാണ് നമ്മള് കേരളത്തിൽ ഒരു ടീം ഫൈനലെത്തണം കപ്പടിക്കണം. പിന്നെ നാട്ടുകാരെ പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് കൊണ്ടും നമുക്ക് കപ്പടിക്കാൻ പറ്റി. സന്തോഷമുണ്ട്. ഇത്രയധികം വന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. സന്തോഷമുണ്ട്. കുട്ടത്തിയിലെ കുട്ടശ്ശേരി മുഹമ്മദിന്റെ മകനായ ഷിബിലി ഫറൂഖ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരവുമാണ്. കുട്ടത്തിയിലെ ക്ലബ്ബുകളായ ഫ്രണ്ട്സ്, ഓസ്കാർ എന്നിവയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞു തുടങ്ങിയ മുന്നേറ്റം 2 വർഷം മുൻപാണ് ഗോകുലം FCയിൽ ചെന്നെത്തിയത്. ഡ്യൂറന്റ് കപ്പിൽ എയർഫോഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഗോൾ നേടാനും നാട്ടുകാരുടെ മുത്തുമോന് സാധിച്ചു. മകന്റെ നേട്ടം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നായിരുന്നു പിതാവ് മുഹമ്മദിന്റെ പ്രതികരണം. സന്തോഷമുണ്ട്. അവർക്ക് മാത്രമല്ല അവനെ ഒന്നിച്ചു വെച്ച എല്ലാ നാട്ടുകാർക്കും, കരുവാരുണ്ട് അവന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും. അർജന്റീനയുടെയും ബാഴ്സലോണയുടെയും കട്ട ആരാധകൻ കൂടിയാണ് ഈ 20കാരൻ. ലയണൽ മെസ്സിയാണ് ഇഷ്ടതാരം. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. വെട്ടത്തൂർ നിരന്നപറമ്പിലെ പാലത്തിങ്ങൽ മമ്മദ് അന്തരിച്ചു. 55 വയസ്സായിരുന്നു. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ നിരയത്ത് തെക്കേതിൽ പടവെട്ടി കൃഷ്ണൻ നായർ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മിനി യങ് ഇന്ത്യ എസ്റ്റേറ്റിലെ വിള്ളൽ. ജിയോളജി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ. കുടുംബശ്രീയുടെ മികവിന്റെ മുന്നേറ്റത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ്ങ്. മേലാറ്റൂർ കുടുംബശ്രീക്ക് 1 കോടി രൂപയുടെ സഹായമേകി ഗ്രാമപഞ്ചായത്ത്. കനത്ത മഴ വിതച്ച ദുരന്തങ്ങൾ അതിജീവിക്കുന്നതിനിടെ ജില്ലയ്ക്ക് ഭീഷണിയായി പകർച്ചവ്യാധികളും പനിയും അതിസാരവും പടരുന്നു. SSLC ബാച്ചുകളുടെ കൂട്ടായ്മ. മേലാറ്റൂർ റഹ്മാ സ്പെഷ്യൽ സ്കൂളിൽ ഉല്ലാസ സ്ലൈഡും സ്റ്റേജ് കം ഡൈനിംഗ് ഹാളും യാഥാർത്ഥ്യമായി. ഡ്യൂറന്റ് കപ്പിൽ ഗോകുലം FCയുടെ കിരീട നേട്ടം. നിർണായക പങ്കുവഹിച്ച കരുവാരക്കുണ്ടിലെ ഷിബിൽ മുഹമ്മദിന് ജന്മനാടിന്റെ ഉജ്ജ്വല സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.